ഭയങ്കരമായിട്ട് ആൾക്കാരെ വിശ്വസിച്ചിരുന്നു. ഇനി എനിക്ക് ജെനുവിനായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ അങ്ങനെ ഓവറായിട്ട് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു പരിധി വരെ എനിക്ക് ലൈഫിൽ ഗുണം ചെയ്യും. ഓവർ സ്നേഹവും ഓവർ വിശ്വാസവും നമ്മൾ എവിടെ കാണിച്ചോ നമ്മൾ അവിടെ കരയേണ്ടി വരും. ജയന്തിയിലൂടെയാണ് ഇന്നും പോലും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല. അയ്യോ, ആ ക്യാരക്ടർ ആക്ച്വലി ഞാൻ കുറെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും ഞാൻ ഇഷ്ടമല്ലാണ്ട് പോയി ചെയ്ത ക്യാരക്ടർ, ജോയിൻ ചെയ്ത് ഇഷ്ടമല്ലാണ്ട. അതിന് ഭയങ്കര പ്രായമുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിന്നെ ആ ക്യാരക്ടർ ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ചുറ്റും നിന്നുള്ള ആൾക്കാരെ അത് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കാരണം എൻ്റെ ടീച്ചേഴ്സാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ലൈക്ക് കാരണം അവരാണ് അത്, അങ്ങനെ ഒരു ടാലന്റ് എനിക്കുണ്ട്. ലൈക്ക് ഡാൻസ് കളിച്ചപ്പം അപ്സരയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ടീച്ചേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവർ പുറത്തുനിന്ന് ഒരു മാഷിനെ വെച്ചിട്ട് എന്നെ മോണാക്ട് കഥാപ്രസംഗമൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയപ്പോഴൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് കിട്ടുന്നുണ്ട്. ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ എത്തണം, സ്ക്രീനിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കിട്ടുന്ന വലിയൊരു ഫ്രീഡമാണ് അല്ലെ? ആ ഒരു രീതിയിൽ തന്റേതായിട്ടുള്ള രീതിയിൽ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റുക പറയുന്നത്. സാധാരണ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കലായിട്ട് സീരിയൽ ഒരു ഇതിലുണ്ട്, ഓരോ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്യണം, ഏത് മീറ്റർ പിടിക്കണം, ഇതിനൊക്കെ ഒരു ഉണ്ടല്ലോ. അതിലൊക്കെ നോക്കുമ്പോ ശരിക്കും അപ്സരയ്ക്ക് അത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഭാഗ്യം പറഞ്ഞു. ഇതുവരെ ലൈക്ക് ഇനിയും എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് അഭിനയിക്കുക എന്നുള്ളതും പിന്നെ ഡാൻസ് ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്, ഇതുവരെ ചെയ്തിട്ടുള്ള ഏത് ക്യാരക്ടർ ചെയ്താലും ഒരിക്കലും ഒരു ഡയറക്ടർ ചെയ്തത് മോശമായിപ്പോയി അങ്ങനെ പറയാനൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ സാന്ത്വനം തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ചിപ്പി ചേച്ചി ആണെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യും. ആ സീൻ നല്ല രസമായിട്ട് ചെയ്തു കേട്ടോന്ന്. അപ്പൊ അത് കേൾക്കുമ്പോ ഇപ്പൊ ഞാനും ചേച്ചിയായിരിക്കും ഒരുമിച്ച് കോമ്പിനേഷൻ ഉള്ളത്, പക്ഷെ എന്നിട്ടും ചേച്ചി എന്റെ അപ്സര അത് ചെയ്തപ്പോ ഭയങ്കര രസമായിട്ട് കിട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഡയറക്ടർ, നമുക്ക് അവരിങ്ങനെ ആക്ഷൻ പറയുമ്പോഴും കട്ട് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവേ, മീൻസ് അവരിങ്ങനെ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നോക്കിയിരിക്കില്ലേ, അപ്പൊ അവരുടെ മനസ്സിൽ ആ സീൻ ഒരു ഇതുണ്ടാവുമല്ലോ. നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ അവർ ആ പറയുന്ന ഒരു രീതി കാണുമ്പോൾ കട്ട് പറയുമ്പോൾ അവർ ആ ഒരു എനർജി ആയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അവർക്കത് ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ സീൻ അഭിനയിച്ച് കഴിഞ്ഞ പാടെ കട്ട് പറഞ്ഞ ഉടനെ അപ്സര പെട്ടെന്ന് ഡയറക്ടറിന്റെ മുഖത്തേക്കാണോ നോക്കുക? ഞാനത് ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ അവർ തരും വായിക്കാൻ, അപ്പൊ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് അല്ലാതെ അങ്ങ് ലൈവായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇപ്പം അവരുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് നമ്മൾ ആഗ്രഹിക്കണതിനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് നമുക്ക് ഡയറക്ടറിന്റെ കട്ട് പറയുമ്പോൾ മനസ്സിലാവും, പറഞ്ഞ കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇതിനിടയിൽ ചോദിച്ചോട്ടെ, ഇപ്പം എല്ലാ ക്യാരക്ടറിനും അപ്സരയുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അപ്പം എവിടെയോ എങ്ങനെയോ എത്രയാന്ന് പറഞ്ഞാലും അപ്സരയുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒറിജിനൽ അപ്സരയുടെ ഒരു മോഡ് ഓഫ് ആ ഒരു മോഡുലേഷൻ ആയിക്കോട്ടെ, എന്താ പറയാ, ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ആ ഒരു പാറ്റേൺ ചിലപ്പോൾ വന്നു എന്ന് വരാം. അപ്പം ഈ സീരിയൽ അഭിനയിക്കുമ്പം ഓരോ കഥാപാത്രങ്ങൾ അവര് വന്ന വഴി ഇതൊന്നും അപ്സരയുടെ വഴികളല്ല, നമ്മൾ ആ കഥാപാത്രത്തിനെയല്ലേ അവിടെ പോർട്രേ ചെയ്യണേ. അപ്പൊ ഒരു പക്ഷെ അപ്സരയുടെ സ്ഥിരം ഡയലോഗുകളിൽ വരുന്ന ഒരു മോഡുലേഷൻ ആയിക്കോട്ടെ, പ്രസന്റ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അത് ചിലപ്പോ ആ ക്യാരക്ടർ സെറ്റായി വരണമെന്നില്ലല്ലോ. അല്ല, മോഡുലേഷനും ഈ പറഞ്ഞ പോലെ ഇപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് നോർമൽ ഒരു സാധാരണക്കാരി സംസാരിക്കുന്ന ഒരു കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അധികം ഡ്രാമാറ്റിക് അല്ലാതെ കുറച്ച് ലൈവായിട്ട്. അപ്പം നമ്മളിപ്പോ ഭയങ്കര ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും നമ്മുടെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ സംസാരിക്കും. പക്ഷെ ഒരു സാധാരണ വീട്ടിലെ ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വെക്കില്ലല്ലോ. അത് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കാറുണ്ട്, പരിധിവരെ സക്സസ് ആവാറുണ്ട്. ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ വന്നപ്പോ ഒരു സാധാരണ ഒരു കുട്ടിയായിട്ടും അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങ് ശ്രദ്ധിച്ചതും അങ്ങ് ഇഷ്ടപ്പെട്ടതും എനിക്ക് തോന്നുന്നു സാന്ത്വനത്തിലേക്ക്. തീർച്ചയായിട്ടും ഞാൻ
ഒത്തിരി സീരിയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 36+ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈവൻ ഞാൻ ബിഗ് ബോസ് തന്നെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എല്ലാവരും ബിഗ് ബോസ് എത്ര ഇത് ചെയ്താലും ബിഗ് ബോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ബിഗ് ബോസ് ആണ് ഫസ്റ്റ് പറയാ. പക്ഷെ ഇപ്പോഴും സാന്ത്വനത്തിലെ ജയന്തി അല്ലേ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ പറയാ. കാരണം ഞാൻ സാന്ത്വനത്തില് ചെയ്ത് ആ സാന്ത്വനത്തിലെ ആ ഒരു ക്യാരക്ടറാണ് ആൾക്കാർ ഇപ്പോഴും ആ ജയന്തിയിലൂടെയാണ് ഇന്നും പോലും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല അയ്യോ ആ ക്യാരക്ടർ ആക്ച്വലി ഞാൻ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും ഞാൻ ഇഷ്ടമല്ലാണ്ട് പോയി ചെയ്ത ക്യാരക്ടറാ. ജോയിൻ ചെയ്ത് ഇഷ്ടമല്ലാണ്ട. പക്ഷെ ഈ സാന്ത്വനത്തിലോ അതെന്താ കൊറേയില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് വേറൊന്നും അല്ല. എന്റെ അടുത്ത് ഇപ്പം ഏഷ്യാനെറ്റിലാണ് രജപുത്രന്റെ പ്രൊഡക്ഷൻ ആണ്. ഇപ്പം ചിപ്പി ചേച്ചിയാണ് നായിക. ആളുടെ ബ്രദറിന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചേച്ചിയുടെ ചേട്ടന്റെ വൈഫായിട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അയ്യോ അന്ന് എനിക്ക് ഇത്ര ഏജ് അന്ന് 25 20 അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഞാൻ ചെയ്യുന്നത് 42 ഏജ് ഉള്ള ക്യാരക്ടറാ. അപ്പൊ അത് ചെയ്ത ആ രീതിയിൽ ടാഗ് ചെയ്യോ. ഞാൻ അതുവരെ നായകന്റെ അനിയത്തി അല്ലെങ്കിൽ നായികയായിട്ട് ചെയ്തോണ്ടിരുന്ന ഞാൻ എന്റെ സാരിയും ഓക്കെ നമ്മുടെ റിയൽ ഏജിൽ നിന്നും ഒരുപാട് ഡബിൾ ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി ചെയ്യാ. അപ്പം അത് ഭയങ്കര എനിക്കൊരു അത് ലൊക്കേഷനിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ ഏജ് കറക്റ്റ് അറിയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ എന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സജി സൂര്യ പുള്ളിക്കാരനായിരുന്നു. അപ്പം ഞാൻ സജിചേട്ടന്റെ അടുത്തൊക്കെ ഭയങ്കര സജിചേട്ടന്റെ അടുത്ത് എന്താ നേരത്തെ പറയാത്തത്. പക്ഷെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തും പോയി. അപ്പൊ എനിക്കിതിൽ പോവാനും പോയി. അപ്പൊ ഞാൻ ഒട്ടും ഹാപ്പി ആയിട്ടല്ല ചെയ്തത്. യെസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എല്ലാരും എന്നോട് പറഞ്ഞു അതൊന്നും നോക്കണ്ട, ലൈക് നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലേ. പിന്നെ അവര് നല്ല പ്രൊഡക്ഷൻ ആണ്. ഇവന് ഏഷ്യാനെറ്റാണ്. പിന്നെ മെയിൻ നെഗറ്റീവാ. അപ്പൊ അത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോ പിന്നെ രഞ്ജിത്ത് സാർ എന്നെ ഇപ്പോഴും കളിയാക്കുന്നൊരു ചിപ്പി ചേച്ചിനെ ഇപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ്. എന്നോട് എന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഞങ്ങള് ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോ എന്നോട് അപ്സര എന്നെ ഡബ് ചെയ്താൽ മതിയെന്ന്. സജിച്ചേട്ടനെ വിളിച്ചിട്ട് ഭയങ്കര ചീത്ത പറഞ്ഞു. എന്റെ ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എന്നോട് എന്നെ ഡബ് ചെയ്യാൻ പറയില്ലല്ലോ. ഈ സീരിയലിൽ ബാക്കി എല്ലാവർക്കും ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് മാത്രം ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ല. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അവർ ഡബിങ് ആർട്ടിസ്റ്റിനെ വെക്കില്ലേ. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അത് എന്നോട് തന്നെ ഡബ് ചെയ്തോളാൻ പറഞ്ഞത്. അപ്പം ഡയറക്ടർ പറഞ്ഞു ഒരിക്കലും ഇല്ല, അപ്സരയുടെ ക്യാരക്ടർ അപ്സരയുടെ ആ കൊടുക്കുന്ന മോഡുലേഷൻ ഒരിക്കലും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൊടുത്താൽ കിട്ടില്ല ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്സരയോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. സ്റ്റുഡിയോയിൽ പോകുമ്പോൾ രഞ്ജിത്ത് സാർ വന്ന് കേൾക്കും. കാശ് മുടക്കുന്ന പുള്ളിയല്ലേ, കൊള്ളൂല്ലെങ്കിൽ പുള്ളി വേണ്ടെന്ന് തന്നെ പറയും. പേടിക്കണ്ട പറഞ്ഞു. ശരിക്കും എനിക്ക് ഭയങ്കര ഷോക്കിങ്. കാരണം ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര സ്വീറ്റ് പേഴ്സണാ ചിപ്പി ചേച്ചി. അപ്പൊ അവരുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് എല്ലാവർക്കും വാവ് ഇതായിരുന്നു. അപ്പം ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പോകുമ്പോ രഞ്ജിത്ത് സാർ വന്നു, ശരിക്കും നേരിട്ട് വന്നു. ഞാൻ ഡബ് ചെയ്യാൻ പോണ ദിവസം വന്നു. സാർ അത് കേട്ടാ പറഞ്ഞു അപ്സര തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അവർ ഇത്രയും കോൺഫിഡൻസോടെ പറയുമ്പോ സാറ് വന്നിട്ട് നേരിട്ട് അത് കേട്ടിട്ടൊക്കെ അങ്ങനെ പറയുമ്പോ എന്തായാലും അത് ഇതാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഡബ് ചെയ്തോണ്ടായിരിക്കാം അതിന് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് അത് കുറച്ചും കൂടെ. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ഒരു സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ സൃഷ്ടിച്ച ഒരു കോളിളക്കം തന്നെ പറയാം. ഭയങ്കരമായിട്ടും ചേഞ്ച് ചെയ്ത് എല്ലാവരും എനിക്ക് തോന്നുന്നു റേറ്റിംഗ് നോക്കുമ്പോ തന്നെ അത് അപ്സര ആ ജയന്തി വരുന്ന ദിവസത്തെ റേറ്റിംഗിൽ തന്നെ സീരിയലിന് വ്യത്യാസം വന്നിരുന്നു. ഇത്ര അധികം ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് ചന്ദനമഴയിലെ കന്നിച്ചേച്ചി ചെയ്തൊരു ക്യാരക്ടറുമാണ് ഇതേപോലെ ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെ, മായാവതി അല്ലെ, ആ ക്യാരക്ടറാണ് ഇതേപോലെ തന്നെ. എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ ഇത്ര അധികം ഏഷ്യാനെറ്റിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും. ഈ മനസ്സിൽ അപ്സരയുടെ മനസ്സിൽ തോന്നിയിരുന്ന കുറെ ഡൗട്ട്സും ചുമ്മാ എന്നെ കളിയാക്കാൻ എന്നോട് ഡബ് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒക്കെ തോന്നിയല്ലോ. ഇതെല്ലാം അവസാനം എന്നാണ് ഇതൊക്കെ അത് ബ്രേക്ക് ആയതില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സീരിയലിൽ, ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം, എന്റെ എൻജോയ് ചെയ്യുമല്ലോ. പിന്നെ കോൾ വരാൻ നമ്മൾ ആ സെറ്റിലേക്ക് പോവാൻ ആ ഒരു മൊമെന്റ് അപ്പൊ എന്ന് മുതലാ സ്റ്റാർട്ടിങ് ഒരു എനിക്കൊരു 3 മാസം വരെ ഞാൻ ഒട്ടും 3 മാസം വരെ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഞാൻ മേ ബി എന്റെ മെച്യൂരിറ്റി കുറവായിരിക്കാം. ഞാൻ അപ്പം ഭയങ്കര പ്രായമുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ പിന്നെ ആ ക്യാരക്ടർ ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ചുറ്റുമുള്ള ആൾക്കാർ അത് അയ്യോ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയാം അയ്യോ സാന്ത്വനത്തിൽ എന്ത് രസമായിട്ടാ ചെയ്യണേന്ന്. ഇത് നമുക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇപ്പൊ എല്ലാരും പറയും അപ്സര വരുന്നത് ഒരു ഒറ്റ സീനിലായിരിക്കും, പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുമ്പോ പെർഫോം ചെയ്യുമ്പോ ഒരു സീനാന്നേലും എന്റെ ഡയറക്ടർ ആദിത്യൻ സാർ അയ്യോ ഇപ്പോഴും ഭയങ്കര രസമായിട്ട് അത് ചെയ്യിപ്പിക്കും നമ്മളെ. ഒരു കുഞ്ഞ് നമുക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്ര ടൈം തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യത്തിന് നമുക്ക് തിരിച്ച് എല്ലാരും ആ നല്ലതെന്ന് പറഞ്ഞു കേൾക്കുമ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ലൈക് ചെറിയൊരു കാര്യമല്ല, നല്ലതാണ്. ലൈക് എനിക്കിതുകൊണ്ട് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് പിന്നെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി ആ ചെയ്യുന്നത്. പിന്നെ എനിക്കത് എത്രത്തോളം നന്നാക്കാൻ പറ്റും എന്ന് ഞാൻ സ്വയം ഇതാക്കാൻ. പക്ഷെ ആ ഒരു കാര്യം അന്ന് തൊട്ട് ഇതുവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ലൈക് എന്ത് ചെയ്യുമ്പോഴും കുറച്ച് പെർഫെക്ഷനോടെ ചെയ്യണം. അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾക്കൊരു ഇവന്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചില്ലേ, ഇപ്പൊ അതുപോലെ ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരാളാ. അപ്പൊ ഏത് ഇവന്റിൽ ചെയ്താലും എനിക്ക് ഭയങ്കര ടെൻഷനാ. പെർഫോം ചെയ്യാൻ സ്റ്റേജ് കയറുന്നതിന്റെ ഒരു 2 മിനിറ്റ് അപ്പൊ എല്ലാരും പറയും എന്തിനാ ഇങ്ങനെ ടെൻഷൻ, കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ. പക്ഷെ എനിക്ക് തെറ്റരുത്, ഒരു കാര്യവും തെറ്റാണ്ട് കാണുന്ന ആൾക്കാര്. അപ്പം എല്ലാരും പറയും അങ്ങനെ ഓവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ, പിന്നെ നമ്മളും പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കണ വെച്ചാല് ഞാൻ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് പക്ഷെ പെർഫോം ചെയ്ത് ഇറങ്ങുമ്പോ എല്ലാരും പറയും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഗ്രേസ് ആയിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോ വാവ് ഞാൻ ഇട്ട എഫേർട്ടിന് എനിക്ക് റിസൾട്ട് കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് അതിനു വേണ്ടി ഞാൻ എഫേർട്ട് ഇടുന്നു. ചിലപ്പം ചില ആൾക്കാർക്ക് അത്ര എഫേർട്ട് ഇടേണ്ടി വരില്ലായിരിക്കാം. തോന്നുന്നുണ്ട് എന്നാ എല്ലാരും എന്റെ അടുത്ത് പറയും ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ അത് ഒരിക്കലും അത് മോശമായി പോയി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ടേക്കുകൾ ഇതുവരെ സീരിയലിൽ പണി എടുത്തിട്ടില്ലേ? ഇതുവരെ അങ്ങനെ ആണോ? എടുത്തിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് എത്ര? എല്ലാം ഒരു 1-2 ടേക്കിലേക്ക് തന്നെ പോകും? 1-2 അതിൽ തന്നെ. അതിൽ തന്നെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത് ഏത് ക്യാരക്ടർ ചെയ്തപ്പോഴായിരിക്കും? ഏത് സീരിയലിൽ? ലൈവ് ചെയ്യുമ്പോഴായിരിക്കാം. ലൈവ് ഞാൻ കൈരളി ടിവിയിൽ ഒരു സീരിയൽ ലൈവ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ഡബിങ്. അതിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്ക്രിപ്റ്റ് പ്രോമിറ്റിംഗ് ഇല്ല, നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ആദ്യത്തെ ആ ഒരു കുറേ നാള് എനിക്ക് തീരെ പറ്റണ്ടായിരുന്നില്ല. മീൻസ് കിഷോറേട്ടനും ഞാനും ആണ് ചെയ്തത്. കിഷോറേട്ടനൊക്കെ പണ്ട് മുതലേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാ, ലൈവായിട്ട് ചെയ്ത ആൾക്കാരാ. അപ്പൊ അവർക്ക് സ്ക്രിപ്റ്റ് ജസ്റ്റ് കേട്ടാലും, അപ്പൊ ഞാൻ തുടക്കക്കാരിയാ, എനിക്കൊരു 20 ഏജ് ഒക്കെ ഉള്ളൂ. അപ്പം എനിക്ക് സ്ക്രിപ്റ്റ് വന്നിട്ട് എന്റെ വിചാരം ഇത് ഫുൾ ബൈഹാർട്ട് ചെയ്തിട്ട് ഞാനിത് ഈ പറഞ്ഞ പോലെ പറയണം. പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി അങ്ങനെ വേണ്ട. ലൈക് നമ്മൾ നോർമലി ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ രീതിയിൽ ഈ ഒരു സാധനം പോവാണ്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്തപ്പോ പിന്നെ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതിലെ ഏത് കഥാപാത്രമാണ് ശരിക്കും ഏറ്റവും കൂടുതൽ അപ്സരയുടെ ക്ലോസ് ടു ഹാർട്ട്? ഇന്നും ജയന്തിയെ ബ്രേക്ക് ചെയ്യാൻ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ഈ കൈരളി ടിവിയിൽ ചെയ്ത സ്നേഹലത ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും പറയും എനിക്ക് എന്തോ ഒരു ചെറിയൊരു 50 വയസ്സാണോ. ആക്ച്വലി ഞാൻ ഒറിജിനൽ ക്യാരക്ടർ എന്നുവെച്ചാൽ ഞാനിപ്പം ഇപ്പൊ ഇന്റർവ്യൂല് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ പുറത്ത് കാണുമ്പോഴേ എല്ലാരും വിചാരിക്കും കുറച്ച് ഗൗരവമാണ് അല്ലെങ്കിൽ ഭയങ്കര ഓവർ മെച്യൂരിറ്റി കാണിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുവേ. പക്ഷെ ഇപ്പൊ എന്റെ അടുത്തറിയുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ഭയങ്കര ഈ കുട്ടിക്കളി, തമാശ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അതേ ആയിരുന്നു സ്നേഹലേത എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരു കുശുമ്പ്, തമാശ, കുട്ടിക്കളി, അങ്ങനത്തെ ഒരു പൊട്ടത്തരം, മണ്ടത്തരങ്ങൾ മാത്രം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തു. പിന്നെ സാന്ത്വനം മീൻസ് എന്ന് പറയുമ്പോ ഈ കുറച്ചേ ഉള്ളൂ അത്. ഇപ്പം ഒരു 10 എപ്പിസോഡ് എടുക്കുവാണെങ്കിൽ എനിക്ക് ചിലപ്പോ 1-2 എപ്പിസോഡിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു സീനാന്നേലും ആ സീനില് ജയന്തി വരുന്ന ദിവസം ജയന്തിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ എനിക്കായിരിക്കും അതിൽ അറ്റൻഷൻ കിട്ടുക, എനിക്കതിൽ പെർഫോം ചെയ്യാനുണ്ട്. അപ്പം അത് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാ. പിന്നെ അതേപോലെ ഞാൻ ചെയ്തത് ഫ്ലവേഴ്സിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സീത എന്ന് പറഞ്ഞ സീരിയൽ. ഒരു IPS ഓഫീസറായിട്ടാണ് ചെയ്തത്. പക്ഷെ അത് എത്രയോ വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ അതിനെ പറ്റി ചോദിക്കും. അതൊരു അത്യാവശ്യം ഇതായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അവർക്ക് ഇച്ചിരി കള്ളു കുടിക്കും, പാട്ട് പാടും, ഇങ്ങനെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാ. അതിൽ എന്നെ ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് അങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്യണം. അപ്പൊ അതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ചു പോവാ, അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ ഡയലോഗ്സ് പറയുക, പിന്നെ ഫൈറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടർ. അങ്ങനെ ഞാൻ അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ ഇപ്പോഴും ആ ക്യാരക്ടർ ആൾക്കാർ ചോദിക്കലുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ്
ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ക്യാരക്ടർ എന്റെക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ. ഇനി ഈ ഡിഫറന്റ് ആയിട്ടുള്ള സിസ്റ്റർ ആയിട്ടും പല പല കഥാപാത്രങ്ങളിൽ വന്ന് ഇത്രയ്ക്കും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നാച്ചുറലി അത് പ്രൂവ് ചെയ്തു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഓക്കെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഉം, പിന്നെ ഏത് ഏജ് ലെവൽ ഏത് ഏജ് ആണെങ്കിലും ഉം. ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും യു ക്യാൻ ഡു ഇറ്റ് എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇത് വരുമല്ലോ, ഒരു കോൺഫിഡൻസ് വരുമല്ലോ. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഒരു സംഭവമാണ് ഉം. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ചിരിപ്പിക്കുക അല്ലെങ്കിൽ അയ്യോ. കോമഡി ചെയ്യുന്ന സീൻസ്, ആ ഹ്യൂമർ സെൻസ്, ആ, അത് എത്ര ഉള്ള ആൾക്കാരാണെങ്കിലും ചില ആൾക്കാരും അതില്ലാത്തവരും നമ്മൾ ആ എന്താ പറയാ ആ ഉം, ക്യാരക്ടറിലൂടെ അത് അവതരിപ്പിക്കണല്ലോ. ആ, അപ്പൊ അതെല്ലാരും പറയാം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇതാണെന്ന്. ആ. അതപ്പൊ അപ്സരയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഇതെങ്ങനെ ഇരിക്കും? അതോ ഈ ഇപ്പൊ തൊട്ട് മുന്നേ അപ്സര വന്നല്ലേ 50 പൈസയുടെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലേ, അവരത് മനസ്സിലാക്കിയിട്ടാണോ ആ ഒരു ക്യാരക്ടർ വന്നപ്പോ അപ്സരയുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാന് കൈരളിയില് ചെയ്യുമ്പോ ഉണ്ണിച്ചെറിയൻ സാർ ഉം, കൈരളിയിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോ, ഇപ്പം ഇല്ല പുള്ളി. ഉം, അപ്പൊ അദ്ദേഹമാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഉം. അപ്പൊ അന്നേരം ഞാൻ കോമഡി സ്റ്റാറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പൊ ഞാൻ ഇത് സ്കിറ്റ്. കഴിഞ്ഞിട്ടല്ലേ കോമഡി സ്റ്റാർസിൽ വന്നത്? അല്ലല്ലല്ല. ഓ, എന്റെ അറിവില്ല, ഞാൻ അങ്ങനെയാ അല്ല വിചാരിച്ചത്. അതുകൊണ്ടാണ്, കാരണം കോമഡി ചെയ്ത് ഏക്കുന്നുണ്ട്, അല്ല അതുകൊണ്ട് കോമഡി സ്റ്റാർസിൽ വന്നു അല്ല, എന്നാണ് എന്റെ അതിന് മുമ്പ് മനസ്സിൽ ഞാൻ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ. ഓ, അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്റെ അറിവ് ആ, തെറ്റിപ്പോയി. ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് സാറ് പിന്നെ കൈരളിയിൽ തന്നെ ഇങ്ങനെ ഇവന്റ്, ഞാൻ കൈരളിയിൽ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. ആ, അതിൽ സ്കിറ്റൊക്കെ ചെയ്യുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവർക്ക് അറിയാം ചെയ്യുംന്ന്. ഉം. അങ്ങനെ സാറിനെ വിളിക്കുന്നത്. അപ്പൊ അന്നേരം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ പോയി ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസം വരെ എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ലൊക്കേഷൻ ഇറങ്ങി പോയാൽ മതിയെന്നായിരുന്നു. കാരണം ഇവിടെ പറ്റുന്നില്ല. ആ, എനിക്ക് ഇപ്പം എല്ലാരും നല്ലതെന്ന് പറഞ്ഞാലും ആ, എനിക്ക് അങ്ങനത്തെ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിഞ്ഞില്ല. ചുറ്റുമുള്ള എല്ലാരും പറയും കേട്ടോ, വാവ് സൂപ്പർ എന്ന് പറയും. പക്ഷെ എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്ന വരെ എനിക്ക് തൃപ്തി കിട്ടത്തേ ഇല്ല. ആ, എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അപ്പോൾ പക്ഷെ ഇതിലൊരു എല്ലാരും അപ്സര കുഴപ്പമില്ല, അപ്സര നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് അയ്യോ എന്തോ പോലെ തോന്നുവേ. ഉം. ഇപ്പൊ ഡാൻസ് ചെയ്യുമ്പോ തന്നെ ഇപ്പൊ എല്ലാരും പറയാ നന്നായിട്ട് ചെയ്യുന്നു പറയും. പക്ഷെ ചില സ്റ്റെപ്പ് കളിക്കുമ്പോൾ എനിക്ക് ചേരാത്ത പോലെ എന്തോ ഒരു സാധനം ഞാൻ ചെയ്യുന്ന ഒരു ഫീൽ തോന്നും. അപ്പൊ അതിനെ ഇതാക്കാൻ അപ്പൊ ഈ കൈരളി ടി വി തന്നെ സാറ് എന്നെ കണ്ടപ്പോ ലൈക് ഉം. ചെയ്യുന്ന തോന്നിയിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ല, കൈരളി പണ്ടൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ, ആർട്ടിസ്റ്റ് എല്ലാം വെച്ചിട്ട്, ആർപ്പ് ഓറോ പറഞ്ഞിട്ട്. അപ്പൊ അതിലിങ്ങനെ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ ബേസിലാണ് സാർ എന്നെ ഇതിൽ വിളിക്കണേ. വിളിക്കുന്നത്. ആ. പക്ഷെ ഇത് ലൈവാണെന്ന് അതും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓ. സീരിയലാണ് നായികയായിട്ടാണെന്ന് മാത്രം അറിഞ്ഞിട്ട് അവിടെ പോകുന്നത്. ആ. അവിടെ ചെന്ന് മൈക്ക് കൊണ്ടുവന്നപ്പോഴേ മൈക്കൊക്കെ എന്തിനാ, അത് സ്പോട്ട് ഡബിങ് ആണെന്ന്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞ സീരിയസ്ലി എനിക്ക് അപ്പം തോന്നിയ ഫീലിങ്സ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് ദേഹത്ത് ഇങ്ങനെ വിറയ്ക്കുക. എനിക്ക് അറിയില്ല, ഞാൻ ലൈവ് സീരിയൽ ചെയ്യുന്ന ആദ്യമായിട്ട്. അപ്പൊ ആ. അപ്പൊ ഇവരോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ നമ്മുടെ ഒരു Credibility-നെ ഈ- ബാധിക്കും. ആ, അതെ. എന്റെ ഈഗോ എനിക്ക് വർക്കൗട്ട് ചെയ്തു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയ മോശമല്ലേ. ആ. അപ്പൊ എന്താ ചെയ്യാ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് പഠിക്കാൻ സമയമൊക്കെ ചോദിച്ചു. ഉം. പക്ഷെ ഒരു 2-3 മാസമൊക്കെ കഷ്ടപ്പെട്ടു. ഉം. പക്ഷെ പിന്നെ അങ്ങ് സെറ്റായി. അപ്പൊ ഈ 2-3 മാസം അഭിനയിക്കുമ്പോ എത്രയായാലും ഒരു തൃപ്തിക്കുറവുണ്ട് ഉള്ളിന്റെ ഉള്ളില്. അയ്യോ പേടിയായിരുന്നു. പേടിയും ഇതും. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്നത്? റിപ്പീറ്റഡ്ലി ഇതിരുന്ന് ടിവിയിൽ വരുമ്പോഴോ ഇല്ല ഇല്ല ഇല്ല, അല്ലെങ്കിൽ എനിക്ക് നമ്മൾ സീൻ ചെയ്യുമ്പോ തന്നെ ആ, അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരെ വാച്ച് ചെയ്യും. അവരുടെയൊക്കെ എക്സ്പ്രഷൻ ആ, ആണ് ഞാൻ പഠിക്കുന്നത്? ചെറിയൊരു സൈക്കോ. അപ്പൊ സെൽഫിനെ ഇങ്ങനെ മോണിറ്ററിൽ കണ്ടിട്ട് അല്ല അത് ജഡ്ജ് ചെയ്യണേ? ഞാനിങ്ങനെ ഞാൻ ഡയറക്ടറെ വരെ ഞാൻ സീനിൽ അഭിനയിക്കുമ്പോ ഉം. ഇപ്പൊ ക്ലോസ് ഒക്കെ എടുക്കുമ്പോ തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറിനെ ശ്രദ്ധിക്കും. ആ, അപ്പൊ അവര് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണേ. ഓക്കെ, ഏക്കുന്നുണ്ട്. സെറ്റ്. സെറ്റാണ്. ചിലര് ഒരു വികാരമില്ല ഇങ്ങനെ ഇരിക്കും. അയ്യോ പോയി എന്ന്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, എല്ലാരും അത്യാവശ്യം നല്ല റെസ്പോണ്ട് ആണ്. ഓ, അപ്പൊ എത്ര അലേർട്ട് ആയിട്ടാണ് യൂഷ്വലി ഒരു ആർട്ടിസ്റ്റിനേക്കാളും എനിക്ക് തോന്നുന്നു അപ്സര ആണോ? ഇരിക്കുന്നത്. കാരണം ആ കഥാപാത്രത്തിലേക്ക് നിൽക്കണം, ഡയലോഗ് നിൽക്കണം, അത് പ്രസന്റ് എല്ലാരും നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ചുറ്റുവട്ടുള്ള എല്ലാവരുടെയും എക്സ്പ്രഷൻസ് പക്ഷെ നോക്കണം. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ നമ്മളൊരു സീരിയൽ ചെയ്യുമ്പോ തന്നെ അവിടെ ലൊക്കേഷന് പോകുമ്പോ എല്ലാരും പറയും, ഇപ്പം സീനിന് തൊട്ട് മുമ്പ് ഞാൻ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞു നിൽക്കും. ഉം. പക്ഷെ അവര് ആക്ഷൻ പറയുമ്പോ അത് ചെയ്യും. അപ്പൊ എല്ലാരും എന്നെ കളിയാക്കും, "ഓ, ഇപ്പൊ ഇത്രയും തമാശ പറഞ്ഞു, ഇനി ആക്ഷൻ പറയുമ്പോ കാണാന്ന് പറഞ്ഞു." പക്ഷെ ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അങ്ങനെ നിന്നല്ലാണ്ട് നമ്മളിങ്ങനെ എൻജോയ് ശരി, ചെയ്യുമ്പോ ശരി. അതൊരു ജോലിയായിട്ട് തോന്നൂല. ആ. അപ്പൊ ഇപ്പൊ ഇനിയാണെങ്കിലും ഇപ്പൊ കുറെ ചെയ്തതിലും ഇനി പുതിയതായിട്ട് ഒരു സീരിയൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും ഉം, മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, ഇപ്പം എക്സ്ട്രീം എക്സ്ട്രീം അല്ലെങ്കിലും വില്ലത്തി, ഉം, അത് ആ ഒരു ആ, രീതി തന്നെ ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഉം. ഇനി എന്താ അപ്പൊ കൂടുതൽ ആഗ്രഹിക്കാൻ? അല്ല, എനിക്ക് ആക്ച്വലി
മതിയാവാതെ ഉണ്ടോ ഇനിയും ചെയ്യണം? അയ്യോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതെന്തൊക്കെ ഇനിയുള്ള അല്ല, ആഗ്രഹം? എനിക്കൊരു മെയിൻ നല്ല ഒത്തിരി പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭയങ്കര എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു അത്രയും ഭയങ്കര ഒരു ആൾക്കാർക്ക് പവർഫുൾ ലേഡി ആ ആണോ? അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു നായിക ക്യാരക്ടർ. അല്ലെങ്കിൽ ഇനിയും ഇപ്പൊ സാന്ത്വനത്തിൽ ചെയ്തത് എന്നെക്കാളും ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് അല്ലേ. ഞാൻ ഒരു മെയിൻ നെഗറ്റീവ് ക്യാരക്ടർ തന്നെ എന്റെ ഏജിൽ ഒരു ക്യാരക്ടർ ചെയ്യണം. അതൊക്കെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം സാന്ത്വനത്തിൽ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആ ക്യാരക്ടർ എന്റെ രീതിയിലേക്ക് മാറ്റിയെടുത്തതാ. അവര് തന്ന സാധനം വേറെയായിരുന്നു, ഇച്ചിരി ഇതുള്ള, പക്ഷെ ഞാനത് എന്റെ ഇതിലേക്ക് മാറ്റി. പക്ഷെ എന്റെ ആഗ്രഹം എന്റെ ഏജിൽ തന്നെ എനിക്ക് അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന, എല്ലാ ദിവസവും സ്ക്രീനിൽ വരുന്ന, അത്യാവശ്യം സീനിൽ വരുമ്പോ ഒത്തിരി പെർഫോം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അല്ല, നമ്മളെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന്റെ ഒരു ജോലിയായിട്ടല്ല കാണുന്നത്. ഭയങ്കര പാഷനാ, എനിക്ക് ഭയങ്കര പാഷനാ. ഞാൻ ഇപ്പം എനിക്ക് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം 4 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം ചെയ്യും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് 2 സീരിയൽ കൈരളി ടിവിയിൽ ഞാൻ ആ സീരിയൽ ചെയ്യുമ്പോൾ ഉള്ളത് പറഞ്ഞാലെന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന അതേ സെയിം ടൈമിൽ തന്നെ ഇവിടെ എറണാകുളത്തായിരുന്നു ഫ്ലവേഴ്സിൽ സീത സീരിയൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സെയിം ടൈം ആയിരുന്നു ഏഷ്യാനിലെ ബഡായി ബംഗ്ലാവ് ഞാനും നവാസിക്കായിരുന്നു ഒരു സീസൺ ചെയ്തിരുന്നത്, ആങ്കർ ചെയ്തിരുന്നത്. ആ സെയിം ടൈമിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നത്. അതേ സെയിം ടൈം കേരള വിഷനിൽ ഞാനും മനീഷ് ഏട്ടനും കൂടി പെയറായിട്ടൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു സീരിയൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് കഴിയുമ്പോൾ ഡബിങ് എല്ലാം കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുലർച്ചത്തെ ബസ് ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എറണാകുളത്ത് വരും. 6 മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് സൗത്തിലെത്തും. അവിടുന്ന് അവർ വണ്ടി അയക്കും. അവിടെ നിന്ന് കയറി റൂമിൽ പോയി ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് 8 മണിയാകുമ്പോൾ ലൊക്കേഷനിലെത്തും. അവിടെ അഭിനയിച്ചിട്ട് ഒരു 3 ദിവസം അഭിനയിച്ചിട്ട് 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്ത് വരും. അങ്ങനെ ഷട്ടില് അടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ക്ഷീണം തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടമാണ് അത്. ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരിക്കണ, എനിക്ക് ഇപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അതിന്റെ 2 ദിവസം മുന്നേ വരെ എനിക്ക് ഷൂട്ടായിരുന്നു. രാത്രി 10 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് സീരിയലിന്റെ ഷൂട്ട് കണ്ടിന്യൂസ്. ഇപ്പൊ രാവിലെ 6 മണിക്ക് നമുക്ക് ലൊക്കേഷനിൽ പോകണം. രാത്രി 9:30 വരെയാണ് ഷൂട്ട്, നോർമൽ ടൈം. വീട്ടിലെത്തുമ്പോൾ എങ്ങനെയാലും ഒരു 10:30 മണിയാവും. 10:30ക്ക് വീട്ടിലെത്തി അവിടെ നിന്ന് കാറില് കൊച്ചിയിലെത്തി. പുലർച്ചെ 4 മണിക്കാ കൊച്ചിയിലെത്തിയത്. 4 മണിക്ക് വന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ട് ഇവന്റിന്റെ ജോയിൻ ചെയ്തു. പിന്നെ ഇപ്പൊ ഇന്നലെ അത് കഴിഞ്ഞപ്പോ ഒരു 12:30 2 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോ. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. അങ്ങനെ അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇപ്പോഴാണേലും ഒരു പ്രായത്തിന്റെ ഡബിൾ ഏജിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ ഇനി അന്നുണ്ടായ പോലത്തെ ഒരു ശങ്ക തോന്നോ? അല്ല, എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിനെ എനിക്ക് ഉണ്ടാക്കി തന്നൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്നൊരു സാധനം എനിക്ക് അതായിരിക്കും. കാരണം ഇപ്പൊ എല്ലാരും ചോദിക്കും എന്താ വേറെ സീരിയലുകൾ ചെയ്യാത്ത വില്ലത്തിയായിട്ടെന്ന് ചോദിക്കും. എനിക്ക് എത്ര സീരിയലുകൾ എനിക്കിപ്പോ വിളിക്കണ്ടെന്നറിയോ? ഞാൻ ഒഴിവാക്കുന്നതാ. കാരണം എന്നെ വിളിക്കുന്നൊക്കെ പക്ഷെ മെയിൻ ക്യാരക്ടറാണ്. അവരൊരു അപ്സര മെയിൻ ക്യാരക്ടർ. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു സീരിയൽ വിളിച്ചു, നമ്മുടെ കുങ്കുമപ്പൂ സീരിയലില് ആശ ചേച്ചി ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ, അതും ജയന്തി ക്യാരക്ടർ ആയിരുന്നു. കുങ്കുമപ്പൂവിൽ ആശ ശരത്ത് ചെയ്ത ക്യാരക്ടറിന് ജയന്തി എന്നായിരുന്നു. അതേപോലത്തെ ഒരു ക്യാരക്ടറാ. പക്ഷെ ഒരു 17 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാ. പക്ഷെ ഈ അമ്മയാണ് ലീഡ്. അപ്പൊ ഞാൻ ചോദിച്ചാ എനിക്ക് പറ്റൂല. അത് ഇപ്പഴേ വേണ്ട, കുറച്ചുകൂടെ പോട്ടെ. ഇപ്പം ഞാൻ കാരണം എന്റെ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഏജിലെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഇത് ചെയ്യാം. പിന്നെ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ടാലന്റ് പോവില്ലല്ലോ. എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഉള്ളിൽ കിടക്കുമല്ലോ. അപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മ ക്യാരക്ടർ ചെയ്യാലോ. അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിലേക്ക് പോവോ? അതിപ്പം ഈ സാന്ത്വനം കഴിഞ്ഞതിന് ശേഷം കുറെ ആൾക്കാർ എന്നെ ആ ഒരു രീതിയിൽ ഇതാക്കിപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വീണ്ടും ഞാൻ അങ്ങനെ ചെയ്താല് അതിലേക്ക് തന്നെ എനിക്ക് ഈ സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്.
ആ ആഗ്രഹം നടത്തണമെങ്കിൽ ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം. അതെ. ഞാൻ വെയിറ്റ് ചെയ്യാം. അതിനുള്ള പേഷ്യൻസ് ഉണ്ട്. ഉണ്ട്. നല്ലത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേഷ്യന്റോടെ ഇരിക്കുകയാണല്ലേ. അതെ. ഇതിനിടയില് ബിഗ് ബോസിലേക്ക് പോയി. സാധാരണ ആരും ഇപ്പൊ പറയുന്ന പോലെ അതിനകത്തേക്ക് പോയി അവിടെയും ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്സരയുടെ ഇതെല്ലാം കുറെ വൈറലായിരുന്നു, കുറെ എല്ലാം സംസാരിക്കപ്പെട്ടതാണ്. പുറത്തിറങ്ങി കഴിയുമ്പോഴും സീരിയൽ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ബിഗ് ബോസിന്റെ ഒരു ടാഗ് ലൈൻ എങ്ങനെ പോലും നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂടും. പക്ഷെ അത് ഒരു രീതിയിൽ ഞാൻ ഇതുവരെയും ആരും പറഞ്ഞു കേൾക്കാത്തത് അപ്സരയുടെ ഞാൻ അധികം കേട്ടിട്ടില്ല. അപ്സരയ്ക്ക് ഇപ്പോഴും ആ ആക്ടർ എന്നുള്ള പേരിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അപ്സര പറഞ്ഞ പോലെ ഇന്നലെ നടന്ന നിങ്ങളുടെ ഒരു ഇവന്റ് അത് ഇത് ബിഗ് ബോസിന്റെ ഇതുവരേക്കുമുള്ള സീസൺ 7 വരെയുള്ള എല്ലാവരും ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഇവന്റ് ആണ്. അതെ. അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. എന്തിനായ ഒരു ഇവന്റ്, എങ്ങനെ, ആരുടെ ഒരു ഐഡിയ ആയിരുന്നു, എങ്ങനെ ഫോം ചെയ്തു? ആക്ച്വലി ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ ഷോയുമായിട്ട് ഒരു ബന്ധമില്ല. ഉം. അതിലെ എക്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഏഷ്യാനെറ്റ് നടത്തുന്നതേ അല്ല. അതുമായിട്ട് ഒരു ബന്ധം, ബിഗ് ബോസ് എന്നൊരു ഷോയുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ. പക്ഷെ അതിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ, കണ്ടസ്റ്റൻസ് ആണ് ഈ അസോസിയേഷനിലുള്ളത്. ആരോ എന്നാണ് അസോസിയേഷന്റെ പേര്. അപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോ കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്, പരിചയം ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ലാണ്ട് കുറേ വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പോലും പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സീസണിലെ ആൾക്കാർ കുറച്ച് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാ, ഹൈപ്പർ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഇറങ്ങിയതിന് ശേഷം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പം അത് മുമ്പുള്ള സീസണിലെ കുറച്ച് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതില് ആൾക്കാരുണ്ട്. അങ്ങനെ അവരോട് സംസാരിച്ചപ്പോ ദിയ ചേച്ചി, ദിയ കൃഷ്ണ, നമ്മുടെ ഷായ് ചേട്ടൻ, പാഷാണം ഷായ് ചേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എന്നാ ശരി നമ്മുടെ ഇതിനു മുമ്പുള്ള സീസണിലെ കുറച്ച് ആൾക്കാരെ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊരു ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടാനും, ഒത്തിരി ടാലന്റ് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റ്, അറിയപ്പെടുന്ന ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിലുള്ളത്. ഇതിപ്പോ ആരെ കുറിച്ച് ഒരു അറിവില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, നമുക്ക് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഗെറ്റ് ടുഗദർ വെച്ചു. അപ്പൊ സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ്, ജസ്റ്റ് വാട്സപ്പിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ ആൾക്കാർ തിരിച്ചു കിട്ടി, ഒരു ഗെറ്റ് ടുഗദർ പോലെ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. ഒരു ഗെറ്റ് ടുഗദർ വെച്ചു, ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ വന്നു. അന്നേരം പിന്നെ വിചാരിച്ചാൽ നമുക്കൊരു അസോസിയേഷൻ ആക്കിയാലോ, ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും. കാരണം ഇപ്പം ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, മജീഷ്യൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടാലന്റ്, സ്കിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒത്തിരി ടാലന്റ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ പിന്നെയും ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് വർക്കൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എന്തിനാ അങ്ങനെ? ഏറ്റവും നല്ല ടാലന്റ് ഉള്ള ആൾക്കാർ വെറുതെ ഇരിക്കേണ്ടവരല്ലല്ലോ. അപ്പം നമുക്കിങ്ങനെ ഇപ്പം ഷായ് ചേട്ടനൊക്കെ തന്നെ ഒത്തിരി ഷോ ചെയ്യുന്ന ആൾക്കാരാ. അപ്പം ഷായ് ചേട്ടൻ പറയുന്നത് നമുക്കൊരു കാര്യം, ഇവന്റുകളൊക്കെ ചെയ്യാം. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു അസോസിയേഷൻ അറിയപ്പെട്ട് ഈ നമ്മളെയൊക്കെ വെച്ചിട്ടൊരു ഷോ ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിയാൽ അത് വെറുതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആവത്തില്ലേ. അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് നടത്തിയത്. അത്യാവശ്യം സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായി, നല്ല സക്സസ് ആയിട്ട് തന്നെ അത് ചെയ്തു. ഇപ്പൊ സീസൺ 2 ആയിരുന്നു ഇത്. ഇപ്പൊ ടൂർണമെന്റിന്റെ കൂടെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഇവന്റും കൂടെ ചെയ്തുകൂടാ? ലൈക് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ട്, നമ്മളിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സിംഗേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ലൈക്ക് ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കും പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്, ആരെയും പുഷ് ചെയ്തില്ല. ഇഷ്ടമുള്ളവർക്ക് പെർഫോം ചെയ്യാം. നമ്മൾ അതിനൊരു, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി തരും. ഇപ്പൊ നമ്മുടെ ഇപ്പം അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അസോസിയേഷന് അതൊരു ഉപയോഗമുണ്ട്. ഭാവിയിൽ ഇപ്പൊ നമ്മുടെ അസോസിയേഷൻ അങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ ഭാവിയിൽ നമ്മുടെ അസോസിയേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ഒരു ആപത്ത് പറ്റുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ അസോസിയേഷന് കിട്ടും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനിഷ്ടമുള്ള കുറെ ആൾക്കാർ വന്നു. അപ്പം ഇന്നലെ അതൊരു ഭയങ്കര ഗ്രാൻഡ് ആയിട്ട്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ, ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ദിയ കൃഷ്ണ, ദിയ ചേച്ചി, പാഷാണം ഷായ് ചേട്ടൻ, നമ്മുടെ പ്രസിഡന്റ് പ്രദീപ് ഏട്ടൻ, പിന്നെ നോബി ചേട്ടൻ, ഇപ്പം റസ്മിൻ, നമ്മുടെ സീസണിലെ റസ്മിൻ, ഞാനൊക്കെ കോർ കമ്മിറ്റിയിലുള്ളതാ. പക്ഷെ അല്ലാതെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഇതുകൊണ്ട് അത് ഭയങ്കര സക്സസ് ആയിട്ട് നടന്നു. അപ്പൊ എൻജോയ് ചെയ്തു ഇന്നലെ നിങ്ങൾ എല്ലാവരും. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓരോ സീരിയലുകളിലായിക്കോട്ടെ, ബിഗ് ബോസിലായിക്കോട്ടെ,
ഭാഗമാകുന്ന എല്ലാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്സരയുടെ അടുത്ത് അപ്സര ഇപ്പൊ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്, പാഷനാണ് ആക്ടിംഗ് എന്ന്. ഉം. ശരിക്കും അപ്പൊ ഈ ഒരു ആക്ടിങ്, ഈ ഒരു ഇതൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് നടിയാവണം, എനിക്ക് നടിയാവണം, അങ്ങനെയായിരുന്നോ മനസ്സിൽ? ആ ഞാൻ എൻ്റെ ഒരു 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറണേ. അന്ന് ഇതേപോലെ ഡാൻസ് ഒക്കെ പിള്ളേരെ വെച്ചിട്ട് ഈ നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഇതുണ്ടാവുമല്ലോ, കലോത്സവത്തിന് ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് മറ്റേ മീര ജാസ്മിൻ അഭിനയിച്ച ഏതൊരു മൂവിന്റെ സിനിമയിലെ പാട്ടാ അത് വെച്ചിട്ട് ഒപ്പന കളിച്ചു. അപ്പൊ ഡാൻസ് കളിക്കുന്ന ടീച്ചേഴ്സ് തോന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ പാരന്റ്സിനേക്കാൾ കൂടുതൽ ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കാരണം എന്റെ ടീച്ചേഴ്സാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലൈക്ക് കാരണം അവരാണ് അത്, അങ്ങനെ ഒരു ടാലന്റ് എനിക്ക് ഉണ്ട്. ലൈക്ക് ഡാൻസ് കളിച്ചപ്പം അപ്സരയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. അതിനുശേഷം അവർ എന്നെ സ്കിറ്റ് എന്തോ ഒരു ഡ്രാമയോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് സ്കൂളിൽ. ഞങ്ങൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെയ്തൊരു സാധന. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ അന്ന് പഠിപ്പിച്ച ദീപ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, പിന്നെ അനൂപ് എന്ന് പറഞ്ഞ സാറുണ്ട്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് 4th എന്തോ പഠിക്കുക, 4th 5th പഠിക്കുന്ന സമയത്ത് അവരാണ് എന്നെ പുറത്തുനിന്നൊരു മാഷ് വെച്ചിട്ട് പിന്നെ കാരണം എന്റെ പാരന്റ്സിന് അതിനെ കുറിച്ച് അവരന്ന് അത് അറിയണ്ടായില്ല. അപ്പൊ പക്ഷെ ടീച്ചേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവർ പുറത്തുനിന്ന് ഒരു മാഷിനെ വെച്ചിട്ട് എന്നെ മോണാക്ട് കഥാപ്രസംഗമൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയപ്പോഴൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാ ഡാൻസ് കൂടെ പഠിപ്പിക്കും. ടീച്ചേഴ്സാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഡാൻസ് പഠിപ്പിച്ചു. അപ്പൊ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഡ്രാമ ചെയ്യുമായിരുന്നു സ്കൂളിൽ. അപ്പൊ കലോത്സവത്തിലൊക്കെ പിന്നെ ഭയങ്കര ആക്റ്റീവായി. മോണാക്ട്, കഥാപ്രസംഗം, ഡാൻസ്, ഡ്രാമ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എപ്പോൾ ഡ്രാമ ചെയ്താലും ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുമായിരുന്നു. എപ്പോൾ ഡ്രാമയ്ക്ക് പെർഫോം ചെയ്യുമ്പോഴും ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടും. അപ്പൊ ടീച്ചേഴ്സൊക്കെ അന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ അയ്യോ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ക്രീനിൽ വരാനൊരു ഇതുണ്ട്. എന്റെ അമ്മ ആക്ട്രസ് ആയിരുന്നു, ആക്ട്രസ് ഇൻ ദ സെൻസ് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അമ്മ KPS ഡ്രാമ ആർട്ടിസ്റ്റാ. അപ്പൊ ആ ഒരു ടാലന്റ് ആയിരിക്കാം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്സര ഒരു മോളാണോ? ചേച്ചിയുണ്ട്, ചേച്ചി ടീച്ചറാ. ചേച്ചിക്ക് ഇങ്ങനത്തെ ഇല്ല, അല്ല അവൾ ഡാൻസ് ചെയ്യും, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് ഡാൻസർ അല്ല, പക്ഷെ ഡാൻസ് ചെയ്യും. അല്ലാതെ ആക്ടിങ് ഒന്നും ഇഷ്ടമല്ല, താല്പര്യമില്ല. ഇല്ല. അപ്പൊ ഇങ്ങനെ അന്ന് തുടങ്ങിയതാണ്. അപ്പൊ ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ എത്തണം, സ്ക്രീനിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇത് പിന്നെ ടീച്ചേഴ്സ് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്തപ്പോഴും വീട്ടുകാർക്ക് അത് ഓക്കെ ആയിരുന്നോ? അവർക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്റെ മോക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഇപ്പൊ നമ്മൾ കാണാൻ വെച്ചാൽ ഇപ്പം പാരന്റ്സിന് അറിയാൻ പറ്റും, എന്റെ കുഞ്ഞിന് ഡാൻസ് കളിക്കും, ഇപ്പൊ നമ്മുടെ കുഞ്ഞ് പാട്ട് പാടും, അവരാണ് അത് കൊണ്ടുപോയി ഇങ്ങനെ പോകുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പെർഫോം ഒരു സ്റ്റേജിൽ സ്കൂൾ കലോത്സവത്തിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എന്റെ അമ്മയേക്കാൾ കൂടുതൽ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ളതും കൈയടിച്ചിട്ടുള്ളതും എന്റെ ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചറും അനൂപ് സാറിനൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയും പറയും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴും ഞാൻ എവിടെ പോയാലും ഞാൻ അവരെ കുറിച്ച് പറയും. ഭാഗ്യം തന്നെ, അങ്ങനെ തന്നെ. പക്ഷെ ഇനി പിന്നീട് പഠിത്തം എവിടം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ഞാൻ BSc ബോട്ടണി ഇവിടെ MG കോളേജിലാണ് ചെയ്തോണ്ടിരുന്നത്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് പിന്നെ സീരിയലൊക്കെ ആയിട്ട് തിരക്കായി. പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പൊ നമ്മുടെ പോലത്തെ തന്നെ ഇപ്പൊ ഇന്റർവ്യൂല് വന്നിരിക്കുന്നത്, നമ്മുടെ തന്നെ ചാനലില് വന്നിരിക്കുന്നത്, ഇതിന്റെ തന്നെ ഇടയ്ക്ക് പറയുന്നതിനകത്തുനിന്ന് ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് വേറെ കുറച്ച് കട്ട് ചെയ്ത് മറ്റേ വേറെ ഏതെങ്കിലും ഇന്റർവ്യൂല് പറഞ്ഞത് കട്ട് ചെയ്ത് അവസാനം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന വേറെ കുറച്ച് ചാനൽ. ഇപ്പം മീഡിയാസിൽ തന്നെ കുറെ ന്യൂസുകൾ വരും. ഇപ്പൊ വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ ഇപ്പൊ ഫാമിലിയെ കുറിച്ച് ഇപ്പൊ എന്നോട് രമേശ് ചോദിച്ചു, ഞാൻ പറഞ്ഞെന്താ, എനിക്ക് വേറെ മോശമായ കാര്യങ്ങളൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല, റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അതിനിടയ്ക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. രമേശ് ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ആദ്യം വരും. ഇപ്പൊ ഇനി വരാൻ പോലും നോക്കിക്കോളൂ, ഉറപ്പാണ് അപ്സരയുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് അപ്സരയ്ക്ക് എന്താണ് പറയാനുള്ളത്. ചേച്ചി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ആൻസർ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും, പക്ഷെ ഇത് അപ്പൊ ആൾക്കാർ കാണുമ്പോ അപ്സര എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കത് പറയാൻ ഇഷ്ടമല്ലാത്ത ഒരാളാ. പക്ഷെ പലതും കട്ട് ചെയ്ത് ഈ ഇന്റർവ്യൂസ് എല്ലാവരും ചിലപ്പോ കാണുന്നുണ്ടാവൂലായിരിക്കാം, കാണില്ല. ചിലപ്പം അതായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ആൾക്കാർ അതേ വിശ്വസിക്കുള്ളൂ. ആ ഒരു കാര്യത്തില് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പ്രചരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നല്ല ചെയ്താലും പുറത്ത് അങ്ങനെ വന്നാലും എനിക്ക് നല്ല കാര്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്തൊരു മോശം കാര്യമാണെങ്കിലും ഞാൻ അതിന്റെ ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ
നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞുണ്ടാക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ വരണം. ഇതിന് എതിരെയായിട്ട് ഒരു ശക്തമായ എന്തെങ്കിലും ഒരു സാധനം വരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര വേദന തന്നിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാം, അതെന്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ കാരണം മോശമായ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അങ്ങനെ വാസ്തവ വിരുദ്ധമായ രീതിയിൽ വരുന്നതിനെതിരെ ശക്തമായ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ വരണം. മീഡിയാസിനെതിരെ അങ്ങനത്തെ ഒരു സാധനം വരണം. വാസ്തവപരമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോട്ടെ, എന്ത് കാര്യങ്ങളും വേണമട്ടെ. പക്ഷെ ഒരാളുടെ കൺസേൺ ഇല്ലാതെ അല്ലെ അവരുടെ അറിവില്ലാതെ അവർക്ക് അറിവില്ലാത്തൊരു കാര്യം മീഡിയയിൽ വന്ന അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അതിനെ ഇതാക്കിയാൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സംഭവം വരണം എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആർട്ടിസ്റ്റ് മാത്രമല്ലേ? അതെ, കാരണം ഏറ്റവും കൂടുതൽ എടുത്ത് ഈ പറയുന്ന പോലെ പൊങ്കാല ഇടുക എന്ന് പറയില്ലേ, വെറുതെ അവര് വിചാരിക്കാതെ ഇങ്ങോട്ട് തിരിയുന്നതും അങ്ങോട്ട് തിരിയുന്നതും എല്ലാം. കാരണം ഇന്നിപ്പോ ചെല്ലുമ്പോ നിങ്ങൾ മേളിന്ന് താഴേന്ന് ഇവിടുന്ന് ഒക്കെ ആയിരിക്കും ക്യാമറ. അപ്പൊ അതൊക്കെ എത്രയല്ല അവരുടെ ഇമേജിനെ മോശപ്പെടുത്തിയല്ലേ അത് പുറത്തേക്ക് അവര് കാണിക്കുന്നത്. ആർട്ടിസ്റ്റ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പറയാം. ഇപ്പൊ എല്ലാവർക്കും വേണ്ടി, ഇപ്പൊ ഒരു കല്യാണത്തിന് തന്നെ, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കല്യാണങ്ങൾക്ക് സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ തന്നെ കല്യാണത്തിന് അവര് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്, അതൊക്കെ ചെയ്യണ്ടേ. അതുപോലും അതിന്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, ചിലപ്പം അമ്മയൊക്കെ ഞാനൊരു കണ്ടിട്ടുണ്ട്, ഒരു പെങ്കൊച്ചിന്റെ അമ്മയോ സിസ്റ്ററോ ആരോ താലി കെട്ടുന്ന സമയത്ത് മുഖം ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുക. അപ്പൊ അതിനെതിരെ ഇങ്ങനെ എന്തോ ക്യാപ്ഷൻ വെച്ചിട്ട് താലി കെട്ടുന്ന സമയത്ത് അമ്മയുടെ മുഖം നോക്കി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ അമ്മയായിരിക്കും ചിലപ്പോൾ ആ കല്യാണത്തിന് ഏറ്റവും ഓടി നടന്നിട്ടുള്ള ഒരാള്, ആ അമ്മയായിരിക്കും ചിലപ്പോൾ ഉറക്കമില്ലാണ്ട് നടന്നിട്ടുള്ള, ആ അമ്മയായിരിക്കും ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരാള്. ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ അവര് വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സാധനം അവർക്ക് ഇതൊന്നും അറിയാണ്ട് അവർക്കെതിരെ താഴെ വന്ന കമന്റുകൾ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, ഇത് പൊതുവായിട്ട് ഇപ്പൊ ഒരു എല്ലാവരുടെ പൊതു പ്രശ്നമാണ്. അതിനെതിരെ ഒരു ഇത് വരണം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോന്നും ഇപ്പൊ പറഞ്ഞല്ലോ അപ്സര. അപ്പൊ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ചിലർ പറയും നീ ഒരുപാട് ചിരിക്കണ്ട, ചിരിക്കാൻ നിനക്ക് ഉടനെ നമ്മൾ, അത് ചിലരുടെ ഒരു വിശ്വാസമാണ്. ഞാനും പറയൂട്ടോ, ഇന്ന് ഒരുപാട് ചിരിച്ചു ഇനി കരയാനാണോ എന്നുള്ളൊരു പേടി വരും ഒരുപാട് ചിരിച്ചു കഴിയുമ്പോൾ. അങ്ങനത്തെ ഒരു പേടിയും തട്ടാറുണ്ടോ? ഞാൻ ഒരു സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് ചിരി വരുവേ. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാ, പെട്ടെന്ന് ചിരിക്കും. ചിരിച്ചാൽ എല്ലാരും പറയും ചിരിക്കുടിക്കാതെ. ഞാൻ ചിരിച്ചാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര മടിയാ, പറ്റില്ല. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞെന്ന് വെച്ചോ, തമാശ പറഞ്ഞിട്ട് ഞാൻ ആ വിഷ്വല് കാണും മനസ്സില്, അപ്പൊ ഞാൻ അത് ഓർത്തിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. കുറെ ആകുമ്പോ എനിക്ക് പേടിയാണ്, ഇന്ന് ഉറപ്പായിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ എന്തറിയോ, അത് കൺട്രോൾ ചെയ്ത് തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അല്ല ഞാൻ എന്റെ കാര്യം പറയുവാന്ന്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ ഒരു ഇത് സന്തോഷിക്കില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുറെ നാൾ കഴിഞ്ഞപ്പോ, നമ്മൾ കരയാനുള്ളതാണെങ്കിൽ എന്തായാലും നമ്മൾ കരയും. നമ്മൾ പിന്നെ കരയണത് കാര്യത്തിന് ഓർത്തിട്ട് നമ്മൾ ഇപ്പോഴേ ഈ കിട്ടുന്ന സന്തോഷം എന്തിനാ വേണ്ടാന്ന് വെക്കണേ. ഞാൻ അങ്ങനെ ചിന്തിച്ച് എന്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫ്, ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസാ. ഞാനെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാ, ചെറിയ തമാശകൾ പോലും ചിരിക്കുന്ന ഒരാളാ. ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ മറ്റു രീതികളിൽ എനിക്ക് സങ്കടം വരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വേദനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സിറ്റുവേഷൻ സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷം ഉണ്ടായാലും ഞാൻ ചിരിക്കൂല. ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങി, ഞാൻ ഓവറായിട്ട് ചിരിച്ചത് കൊണ്ടാണ് എനിക്കിത് വരണത്. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തായാലും വരും. ഇപ്പൊ അങ്ങനെ ചെയ്താലും അങ്ങനെ ചിരിച്ചാലും ഇല്ലെങ്കിലും സങ്കടപ്പെടേണ്ടതാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കിട്ടുന്ന സന്തോഷമേ വേണ്ടാന്ന് വെക്കണ മണ്ടന്മാരാണ് നമ്മള്. അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് സന്തോഷം കിട്ടിയ ചെറിയൊരു മൊമെന്റ് ആണെങ്കിൽ പോലും ഞാനത് മാക്സിമം എൻജോയ് ചെയ്യും. പിന്നെ വരുന്ന സങ്കടമല്ല, അങ്ങനെ അതപ്പം നോക്കാം. ഇപ്പൊ കിട്ടുന്ന സന്തോഷം അത് എൻജോയ് ചെയ്യാം. ഇപ്പൊ അങ്ങനെയാ. ഇപ്പൊ കൊറേയൊക്കെ സെൽഫ് ലവ് ഇഷ്ടപ്പെട്ട്, ഐ മീൻ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി, അതിലേക്ക് എത്തി. സ്വയം എനിക്ക് എന്താണോ ഇഷ്ടം, എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന് എനിക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അത് ഞാൻ കുറച്ചും കൂടെ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇപ്പൊ ഒരു ചിന്തയിലേക്ക് എത്തി. ചിന്തിച്ചു തുടങ്ങി, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന്റെ പ്രോസസ്സിംഗിലാണ്. പക്ഷെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാ. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാ, എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള ഇഷ്ടമുള്ള. ഇപ്പൊ പിന്നെ എപ്പോഴേലും കരയോന്ന് വെച്ചിട്ട് ഞാൻ സ്വയം ചിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും ഞാൻ കൺട്രോൾ ചെയ്യും. ഇപ്പൊ പിന്നെ അങ്ങനെ നോക്കാറില്ല. എല്ലാ കാര്യത്തിലില്ലെങ്കിലും ചില കാര്യങ്ങളിൽ മാറ്റം വന്നു.
മേ ബി ബാക്കി വരുമായിരിക്കും. നമ്മള് മനുഷ്യരല്ലേ, നമ്മള് മാറണ്ടേ, മാറണ്ടേ. മാറിക്കൊണ്ടേയിരിക്കുക. അതെ. അപ്പൊ ഇപ്പോ ഈ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അപ്സര ചെയ്യുന്നത്? അല്ല, പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ടും കൂടി ഇപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോ എന്റെ ഒരു കാര്യം വെച്ചാൽ ഞാൻ ഹെൽത്ത് ഒട്ടും ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാ. ആണോ? ഞാൻ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാ. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല. ഒരു ദിവസം ഫുള്ളൊക്കെ ഒരു സമയത്തൊക്കെ ആഴ്ചകളോളം ചില ഫുഡേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പ്രശ്നം. എനിക്ക് ടെൻഷൻ വന്നാല്, ഓവർ ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഫുഡേ കഴിക്കില്ല. പിന്നെ ഉറക്കം, ഇപ്പം ഒരു 12 മണി 1 മണിക്ക് പോയി കിടന്നാലും ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആൻസൈറ്റിയുടെ പ്രശ്നമുണ്ട്, ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്താ നെക്സ്റ്റ്, എന്താ നെക്സ്റ്റ്, എന്താ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ പ്രോപ്പറായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നാലും അതിന് ട്രീറ്റ്മെന്റ് അതിനൊന്നും പോകത്തില്ല. ഞാൻ ഇങ്ങനെ അത് വേറെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ചെയ്യരുത്. ഓ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഹെൽത്ത് നോക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുക. പിന്നെ ഞാൻ ഓവർ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര തടിച്ചു. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അപ്സര ഭയങ്കര ഓവർ തടിയെക്കാട്ടിലും അപ്സരയ്ക്ക് ഭംഗി, അല്ലെങ്കിൽ അപ്സരയുടെ ഹെൽത്തിന് നല്ലത് കുറച്ച് മെലിയുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം. ഞാൻ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് നല്ലതുള്ള ഉള്ള കാര്യമല്ലേ, അത് ഞാൻ എന്തിനു നശിപ്പിക്കണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എന്നാലും ഒറ്റയ്ക്കാന്നേലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നുണ്ട്. സെൽഫ് കെയർ ആണെങ്കിലും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വന്നു തുടങ്ങി. മറ്റേത് എനിക്ക് തീരെ പറ്റേച്ച് ഇപ്പം ഞാൻ പറയാം, എനിക്ക് മറ്റുള്ളവർ അറിയാൻ കാരണം വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തും യാത്ര ചെയ്യാൻ അറിയാത്ത ഒരാളായിരുന്നു. എനിക്ക് ഒരു സ്ഥലത്തും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. എനിക്കറിയില്ല, അതെന്റെ അറിവില്ലായ്മയാണ്. മീൻസ് ഇപ്പൊ ട്രെയിനിൽ പോലും എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ ഇന്ന് പോലും പറഞ്ഞ് കളിയാക്കിയൊരു കാര്യമാണ്, എനിക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോയിട്ട് ട്രെയിൻ ഏതാന്ന് കണ്ടുപിടിക്കാൻ അറിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്ലാറ്റ്ഫോം കണ്ടെത്താൻ അറിയില്ല, കോച്ച് പൊസിഷൻ അറിയില്ല, അതിന്റെ ദിക്കുകളില്ലേ അത് കണ്ടെത്താൻ അറിയില്ല. എനിക്ക് പേടിയായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂടെ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അവരെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ അവരെ കൂടെ പോകും, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല, അവിടെ പോയി ഇരിക്കും, അവിടെ സ്ഥലത്തെത്തും, അങ്ങനെ പോകും. പിന്നെ ഒരു സമയത്തിയപ്പോ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കൂടെ ആൾക്കാരില്ല, ഒറ്റയ്ക്ക്, പക്ഷെ അവിടെ പോയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പം 12 മണിക്കാണ് ട്രെയിനെങ്കിൽ ഞാനൊരു 11 മണിയാകുമ്പോഴേ അവിടെ എത്തും. ഒരു 1 hour മുന്നേ അവിടെ എത്തും. എത്തിയിട്ട് ചോദിക്കാൻ തുടങ്ങി ആൾക്കാരോട്, ഇതെവിടെയാ, ഇതെന്താ ചെയ്യണ്ടേ, അങ്ങനെ ചോദിച്ച് ഇപ്പൊ ഒറ്റയ്ക്ക് ഇപ്പൊ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നാല് പ്ലാറ്റ്ഫോം കണ്ടെത്താൻ പഠിച്ചു. പിന്നെ കോച്ച് പൊസിഷൻ കണ്ടെത്താൻ പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണേ ഇതിപ്പോ ഞാൻ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാ. പക്ഷെ ഇത് ഇപ്പൊ എനിക്കത് പറയുമ്പോൾ തമാശയാണ് തോന്നുന്നു, പക്ഷെ അന്ന് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. ഇത്രയും വലിയൊരു ട്രെയിന്, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, അതെങ്ങനെ കണ്ടെത്തും, അതെങ്ങനെ കേറും, എങ്ങോട്ടേക്കാ പോവേണ്ടെന്ന് അറിയാതെ, അത് ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോ ഈവൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ലെങ്കിലും ആ സ്ഥലത്തേക്ക് പോവേണ്ട ട്രെയിനിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നാല് ഇപ്പൊ തൽക്കാലം ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ കൺവേർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എടുത്ത് പോവാൻ ഇപ്പൊ അറിയാം. ഒറ്റയ്ക്ക് ഒരാളില്ലാണ്ട് ഇപ്പം എനിക്ക് കാറ് തന്നെ ഇപ്പൊ ഒരുമിച്ച് ഒറ്റയ്ക്കൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഫുഡ്, ഞാൻ ട്രെയിനിലൊക്കെ മണിക്കൂറുകളോളം എന്റെ ഫ്രണ്ടിൽ ഇപ്പം ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ, അപ്പം അവരൊക്കെ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നാണക്കേടും ചമ്മലൊക്കെ തോന്നും. ഞാൻ കഴിക്കൂല. അപ്പൊ എന്റെ വീട്ടിലെല്ലാരും വഴക്ക് പറയാൻ, അപ്പൊ നീ എന്തിനാ അങ്ങനെ കഴിക്കാതിരിക്കണേ, അപ്പൊ എനിക്ക് എന്താന്ന് ഒരു ഇത് തോന്നും നമ്മളെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുമ്പോഴേ. പക്ഷെ ഇപ്പൊ ഞാൻ എന്തിനാ അങ്ങനെ ഓവറാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗ്യാസ് ട്രബിൾ വരും, എനിക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ ചില കാര്യങ്ങളില് മാറ്റം വന്നു. പിന്നെ ഡ്രൈവിങ്, ഞാൻ എന്റെ 20ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ചു. പക്ഷെ ഈ 2017 ഞാൻ ലൈസൻസ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ വണ്ടി സ്വന്തമായിട്ട് ഓടിച്ചിട്ടേ ഇല്ല. സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, കാർ പോർച്ചിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൂടെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഡിപ്പെൻഡ് ചെയ്യും. അവർക്ക് ഇനി വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അടിമയായിട്ട് നിന്നിട്ട് അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ശരി ഓക്കെ എന്നൊന്ന് വരുമോ എന്ന് ചോദിച്ച് അടിമയായിട്ട് നിന്നിട്ട്
അവരെ ഡിപ്പെൻഡ് ചെയ്യും ഞാൻ അങ്ങ്. പക്ഷെ അപ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ എന്തിനാണ് ഇതിന്റെ പകുതി സമയം മതി, പകുതി കാര്യം മതി, ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ ഒറ്റയ്ക്ക് കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്യില്ല, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ഇപ്പോ എനിക്ക് ചിന്ത വന്നു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണം, വണ്ടിയുണ്ട്. ഇപ്പം ഞാൻ എല്ലാം എന്നെ കളിയാക്കും, എനിക്ക് ഡ്രൈവറെ വെച്ചിട്ടാണ് ഈ അടുത്ത ദിവസങ്ങൾ വരെ ഞാൻ പോകുന്നത്. ഞാൻ ഡ്രൈവറിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് ചോദിക്കും ഈ സമയത്ത് വരാൻ ഓക്കെയാണ്, പുള്ളിക്കാരൻ പറയും ഇല്ല എനിക്ക് 10 മണിക്ക് പറ്റില്ല, ഒരു 11 മണിക്ക് എത്താം. ഞാൻ 10 മണിക്ക് റെഡി ആയിട്ട് പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അല്ല ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാള് അങ്ങോട്ട് ശമ്പളം കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡിപ്പെൻസി ഞാൻ ഒരു പരിധി വരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിൽ കേട്ടോ, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കുറച്ചു. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി പഠിക്കണം എന്ന് വെച്ചിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്റെ വണ്ടിയിൽ തന്നെ വണ്ടി ഓടിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ ഓടിക്കുന്നുണ്ട് വണ്ടി. അപ്പൊ അത്യാവശ്യം ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ വണ്ടി ഓടിക്കും. എത്തി. ഇനി അത് മാറണം. അങ്ങനെ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതിപ്പോ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴേക്കും അയ്യോ ഇതാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബേസിക് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതിന്നൊക്കെ ഒരു മാറ്റം വന്നു. വരണം എന്ന് സ്വയം ഇതുവരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്റെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങള്, അതിൽ മാറ്റം വരണം. അപ്പൊ അതിലൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇപ്പൊ കൊറേ മാറ്റങ്ങൾ സെൽഫിന് തന്നെ കൊടുത്തു മാറിയതില് ഞാൻ ഇത് മാറിയത് എല്ലാ അർത്ഥത്തിലും ഒരുപാട് നന്നായി. ആ മാറ്റം കൊണ്ട് ചിലപ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു മാറ്റം എന്തായിരിക്കും? ട്രസ്റ്റ്, ഓവർ ട്രസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ വിശ്വസിച്ചിരുന്നു. ഇനി എനിക്ക് ജെന്യുവൻ ആയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ അങ്ങനെ ഓവറായിട്ട് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു പരിധി വരെ എനിക്ക് ലൈഫിൽ ഗുണം ചെയ്യും. എനിക്കത് വിശ്വാസമുണ്ട് ചേച്ചി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്തും ഞാൻ അങ്ങ് നിൽക്കുന്ന ഒരാളാ. പക്ഷെ ആ ഒരു സംഭവം വേണ്ട. ഓവർ സ്നേഹവും ഓവർ വിശ്വാസവും നമ്മൾ എവിടെ കാണിച്ചോ നമ്മൾ അവിടെ കരയേണ്ടി വരും. അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അത് എനിക്കൊരു പരിധിവരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഗുണം ചെയ്യാൻ ഇപ്പം 1% ഗുണം ചെയ്യുന്നുണ്ട്. ഇനി ഭാവിയിൽ 100% ഗുണം ചെയ്യും. എന്റെ ക്യാരക്ടറും കൂടെ അതായതുകൊണ്ടാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് ആവണമെന്നില്ല. ഇപ്പൊ എന്റെ ക്യാരക്ടറിൽ എന്നെ സ്നേഹിക്കോ അല്ലെങ്കിൽ എന്റെ അടുത്ത് കുറച്ച് എന്റെ വിശ്വാസം നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചൊന്ന് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞാൽ മതി, പിന്നെ അവരെ ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ അത് അങ്ങനെ വേണ്ടാന്നൊരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നു. ഇനി ഭാവിയിൽ കുറച്ചുകൂടി വരും. ഇനി എന്തൊക്കെയാ ഭാവിയിലേക്ക് അപ്സരയുടെ ഒരു ഫ്യൂച്ചർ അപ്സര കാണുന്നത്? സിനിമ ഒരു അഭിനയം മോഹം അത് സൈഡിൽ നിൽക്കുന്നുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള എന്തൊക്കെയാണ്? സീരിയലുകളിലെ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാം എന്തൊക്കെയാണ് മുന്നോട്ട് കാണുന്നത്? കുറേ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് എന്താ പറയാ, ഇപ്പം സിനിമയായാലും സീരിയലായാലും ഞാൻ അങ്ങനെ രണ്ടും ഇതായിട്ട് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ലൈക്ക് ആ ക്യാരക്ടറിലൂടെ ഇപ്പൊ സാന്ത്വനത്തില് ഇപ്പൊ ഞാൻ ഇപ്പോഴും പറയാ, മാസത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന ക്യാരക്ടർ ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സീരിയൽ നിന്നിട്ട് എത്രയോ കാലമായി. അപ്പം എനിക്ക് മാസത്തിൽ 15 ദിവസവും സ്ക്രീനിൽ വരുന്ന ഒരു നല്ല അതേപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ മേ ബി ലൈഫില് എനിക്ക് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണം. ചിലപ്പോ ആ ഒരു ദിവസം ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത് ഒരു 50% ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനുള്ളൊരു ടാലന്റ് ഉണ്ട്. അപ്പൊ അതേപോലെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടണം. അതാണ് അതിന് വേണ്ടിയിട്ട് എന്താണോ ഞാൻ ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യണോ അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ദെൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, അതെൻ്റെ ഒരാഗ്രഹമാണ്. കാരണം നാളെ നമുക്ക് എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. സ്വന്തമായിട്ട് എനിക്കൊരു എന്റേതെന്ന് പറഞ്ഞിട്ടൊരു ചെറുതാണെങ്കിലും ഒരു വീട് വേണം. പിന്നെ എന്താ പറയാ, എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ കുറെ, ഇപ്പൊ യാത്രകൾ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ
ചെറിയ 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 വലിയ ആഗ്രഹങ്ങൾ. കൂടെ ആ വലിയ വലിയ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളുടെ കൂടെ ഇടതും വലതുമായിട്ട് ഫാമിലിയും ഫ്രണ്ട്സും അതെ എല്ലാ അർത്ഥത്തിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ അതെ കൂടെ ഉണ്ടാവട്ടെ ആ ഒരു ഇതില്. കാരണം എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ് ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളം. വളരെ ലൈവ്ലി ആയിട്ട് എല്ലാരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവിടെ ആ അപ്സര ഇരിക്കുന്ന ഇടം ഭയങ്കര പോസിറ്റിവിറ്റി പെട്ടെന്ന് നിറയ്ക്കാൻ പറ്റുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഓരോ സ്ഥലത്ത് പോയി കോണേർഡ് ആയിട്ട് ഇരിക്കാനോ അതൊന്നും ചിന്തിക്കാൻ അയ്യോ പറ്റില്ല. അയ്യോ അയ്യോ ഈ ചിന്തി സത്യം എനിക്ക് അത് ഒരിക്കലും പറ്റില്ല. പറ്റൂല. ഞാന് ബിഗ് ബോസിൽ പോയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അവര് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്താന്ന്. അപ്പൊ ഞാൻ പറയും, എന്നെ എന്നെ നിങ്ങൾക്ക് പേടിപ്പിക്കണോ അല്ലെങ്കിൽ എന്നെ ഇതാക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമില് എന്നെ പൂട്ടിയിട്ടാ മതി. എനിക്ക് തീരെ പറ്റില്ല. ആണോ? എനിക്ക് തീരെ പറ്റില്ല. ഇപ്പം നമ്മളെ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. ഇപ്പം ഈ നമ്മളിങ്ങനെ സ്കിൻ കെയറിനൊക്കെ പോവുമല്ലോ. ആ. സ്കിൻ കെയറിന് പോകുമ്പോ സാധാരണ എല്ലാവർക്കും അവിടെ പോകുന്നത് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാ. ഉം. അപ്പം ഇവൻ നമ്മുടെ തല ഹെഡ് മസാജ് പോലും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കും. പക്ഷെ എനിക്ക് പറ്റത്തില്ല. ഈ കുറേ നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് എന്തോ പോലെയാ. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുക വെച്ചോ, ഓപ്പോസിറ്റുള്ള സംസാരിക്കണ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഇരിക്കും. അല്ലാതെ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇനി എത്ര റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടാ. എനിക്ക് അടങ്ങിയിരിക്കാൻ അടങ്ങി അപ്പൊ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ഒരിടത്ത് ഒരു 10 മിനിറ്റ് അല്ല അടങ്ങിയിരുന്ന്. അങ്ങനെയല്ല. എനിക്ക് ഒരിടത്തും വെറുതെ ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമല്ല. മനസ്സിലായി. എന്തെങ്കിലും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ മനസ്സിലായി. എൻഗേജ്ഡ് ആയിരിക്കണം. എൻഗേജ്ഡ് ആയിരിക്കണം. ആ വെറുതെ ഇരുന്ന് ഇരിക്കാൻ ഇരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല. ഉം. പിന്നെ വെറുതെ ഇരുന്നാലുണ്ടല്ലോ ആ. ഒന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ മടി പിടിച്ചിട്ട് അങ്ങനെ കിടക്കും ഞാൻ. രണ്ടും ഉണ്ട്. എന്ന് വെച്ചാ ഇപ്പം ചിലപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് വെച്ചോ, ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്കങ്ങ് ഭയങ്കര എന്തെങ്കിലും വിഷമം വന്നിട്ടോ സങ്കടം വന്നിട്ട് ഇരിക്കുവാണെങ്കിൽ ഇവൻ ഒന്നും ചെയ്യില്ല. ആ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നില്ല. ആ റൂം വിട്ട് പുറത്തിറങ്ങാൻ തോന്നൂല. ഞാൻ രണ്ടിന്റെ എക്സ്ട്രീമാണ്. പക്ഷെ ആക്റ്റീവ് ആയ വെറുതെ ഉം. ഇരിക്കാൻ ഇഷ്ടമല്ല. പറ്റില്ല. ഇങ്ങനെ ആക്റ്റീവ് ആയിക്കോണം, ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഉം. പക്ഷെ എനിക്ക് രണ്ടാമത് പറഞ്ഞ മൂടാൻ ഇഷ്ടം. ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന മൂടാ ഇരിക്കുന്ന ഇഷ്ടം. മൂഡ് മറ്റത് വളരെ മോശമാണ്. മോശാണ്. അതാ. കാരണം ഞാൻ എന്നെ സ്വയം ഭയങ്കരമായിട്ട് ദ്രോഹിക്കും. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല, ഉറങ്ങില്ല, സെൽഫ് കെയർ ഒന്നും ചെയ്യില്ല. ഞാൻ ആ ഒരു കുറച്ച് സ്പേസിൽ മാത്രം ഇങ്ങനെ ഇരിക്കും. ഉം. ഈവൻ എന്നെ ആരെങ്കിലും വിളിച്ചാൽ പോലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യില്ല. കോള് പോലും അറ്റൻഡ് ചെയ്യില്ല, ഫോൺ യൂസ് ചെയ്യില്ല. വേറെ ഏതോ ഒരു മോശം ഒരു 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 സ്ഥലത്ത് ഞാൻ എത്തപ്പെട്ട ഒരു ഫീൽ എനിക്ക് തോന്നും. എല്ലാത്തിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കും, ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇരിക്കും. പക്ഷെ അത് കോണായിട്ട്. ഭയങ്കര മോശാണ്. എന്നെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത് ഭയങ്കര ഭയങ്കരമായിട്ട് മോശാണത്. ഭയങ്കരമായിട്ട് എന്നെ അത് ഉം. ദ്രോഹിക്കുന്ന പോലെ എനിക്ക് തോന്നും. ഉം. പക്ഷെ മറ്റേ മോഡാണെങ്കിൽ കുഴപ്പമില്ല. അതെ. അങ്ങനെ ചിരിച്ച് കളിച്ച് അതല്ലേ രസം. ആ, ഈ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള റിക്കവറി അത്ര ഈസി അല്ല. ഭയങ്കര ടൈം എടുത്തേ നമുക്ക് തിരിച്ചു തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും. എത്താൻ ഞാൻ പിന്നെ പറ്റുള്ളൂ. കുറേ തവണ എന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ പോവും, പിന്നെ വീണ്ടും കയറി വരും, ഉം. വീണ്ടും പോവും, വീണ്ടും കയറി വരും. അതുകൊണ്ട് ഈ ഈ ഒരു കണ്ടീഷൻസ് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉം. ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ ന്യൂട്രലായിട്ട് പോകാൻ ട്രൈ ചെയ്യാ. പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവാന്ന് പറയാൻ പറ്റില്ല, ട്രൈ ട്രൈ ചെയ്യാ. ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് മുന്നോട്ട് അതുപോലെ തന്നെ പോട്ടെ. ഇടയ്ക്ക് ഡൗൺസിലേക്ക് പോണ്ട. ഇങ്ങനെ ഇങ്ങനെ ഹൈപ്പർ ആയി തന്നെ ഇടയിലൊക്കെ അങ്ങനെ പോട്ടെ. സംഭവിക്കട്ടെ. യെസ്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു മുന്നോട്ട് സോ മച്ച്. ഇനിയും ഇതുപോലെ എല്ലാരും ചിരിപ്പിച്ചും നെഗറ്റീവിലൂടെയും ചിരിപ്പിച്ചും ഒക്കെ അത്തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ എത്താൻ പറ്റട്ടെ എന്ന് താങ്ക് യു ആശംസിക്കുന്നു. സോ മച്ച്. കാരണം ഞാനും കുറേ നാളായിട്ട് രമി ചേച്ചിന്റെ എല്ലാ ഇന്റർവ്യൂസും ഓൾമോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കുറേ നാളായിട്ട് കാണുന്നൊരു ഒരു ഒരു ഫേസ് ആണ്. ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇപ്പൊ എന്നെ കാണുമ്പോ എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ആ, എല്ലാവരുടെ അടുത്ത് ഇരിക്കാനാണ് ഇഷ്ടം. ചിരിച്ച ഫേസ് ആണ് അപ്സരയുടെ വേറെ എല്ലാത്തിനെക്കാട്ടിലും ഭംഗി ചിരിച്ച ഫേസ് ആണെന്ന് പറയും. ആ, എല്ലാവരുടെ ചിരി ഭംഗിയുണ്ട്, പക്ഷെ എന്നാലും ചിരിച്ച ഫേസ് ആണ് അപ്സരയ്ക്ക് നല്ലതെന്ന് എല്ലാവരും എന്നോട് പറയും. അതെ. പക്ഷെ അതേപോലെ ഭയങ്കര ചിരി ഭയങ്കര രസമുണ്ട്. നല്ല ഭംഗിയുള്ള ചിരിയാണ്. അപ്പം താങ്ക് യു. കുറേ നാളായിട്ട് ഞാൻ വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വരാൻ പറ്റിയതിൽ അതെ. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം ആ ലിസ്റ്റിൽ അപ്സര എത്ര ഉണ്ടാവും. നാളുകളായിട്ടുണ്ട്. നാളുകളായിട്ട് ചേച്ചി എന്നോടുള്ള ലിസ്റ്റ് തരുമ്പോൾ ചേച്ചി ഒന്ന് അപ്സരയാണ്. പക്ഷെ പിന്നെ അതൊക്കെ മാറി മാറി അതെ, ഇപ്പോഴാണ് അതിന് സമയം കിട്ടുന്നത്. സമയം നിങ്ങളുടെ നാട്ടിൽ എത്തിയത്. വന്ന് ചെയ്യാനായിരിക്കും യോഗം. യോഗം. ഈ സീറ്റായിരുന്നു വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നത്. ചെയ്തിരുന്നത്. എന്തായാലും ഇതുപോലെ നല്ല നല്ല സീറ്റുകൾ അപ്സരയുടെ ലൈഫിൽ ഉണ്ടാവട്ടെ താങ്ക് യു എന്ന് താങ്ക് യു സോ ആശംസിക്കുന്നു മച്ച്. കേട്ടോ. താങ്ക് താങ്ക് യു. യു. താങ്ക് യു.